അങ്ങനെ ഏലിയ ഫിഫ്ത്ത് മൗണ്ടനിലേക്ക് കയറിപ്പോവാണ്. പക്ഷെ ദൈവം അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല. പകരം ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ നഗരത്തിലേക്ക് തിരികെ പോകാനും ആ ഒരു കുട്ടിയെ ജീവിപ്പിക്കാനും പറയാണ്. അങ്ങനെ ഏലിയ തിരികെ നഗരത്തിലേക്ക് വരികയും ആ ഒരു കുട്ടിക്ക് ജീവൻ കൊടുക്കുകയും ചെയ്യാണ്. ഇത് കണ്ടതോടുകൂടിയിട്ട് അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇദ്ദേഹം ഒരു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അസീറിയ സൈന്യം അക്ബറിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഇതറിഞ്ഞപ്പോൾ ഏലിയ ഗവർണറോട് സമാധാന കരാറിൽ ഒപ്പിടാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന സൈന്യാധിപനും പുരോഹിതനും ഇതിനെ തടയാണ്. അതിനെ തുടർന്ന് അസീറിയൻസ് അക്ബറിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയാണ്. ആ ഒരു യുദ്ധത്തിൽ ആ ഒരു വിധവയും കൊല്ലപ്പെടുന്നുണ്ട്. ആ ഒരു യുദ്ധത്തിന് ശേഷം സ്ത്രീകളും കുട്ടികളും കുറച്ച് വൃദ്ധന്മാരും മാത്രം അവശേഷിച്ച അക്ബറിനെ ഏലിയ പുനർനിർമ്മിക്കുകയാണ്. അദ്ദേഹം ആ ഒരു നാടിന്റെ കമ്മീഷണറായിട്ട് ചുമതലയേൽക്കുകയും ഒരു ലൈബ്രറി തുടങ്ങുകയും വിദ്യാഭ്യാസ പരിപാടികൾ ആരംഭിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തോട് ഇസ്രായേലിലേക്ക് മടങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇസ്രായേലിലേക്ക് തിരികെ വരികയാണ്. അതിനുശേഷം പിന്നീട് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജീവിതത്തിൽ തളർന്നു പോകുന്ന നിമിഷങ്ങളൊക്കെ ഒരു പ്രത്യാശ നൽകുന്ന പുസ്തകമായിട്ടാണ് പലപ്പോഴും ഫിഫ്ത്ത് മൗണ്ടന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളൊന്നും ഒരു അവസാനമല്ലെന്നും അവ പുതിയൊരു തുടക്കത്തിനുള്ള അവസരങ്ങളാണ് എന്നും ഈ ഒരു പുസ്തകത്തിലൂടെ പൗലോ കൊയ്ലോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. എല്ലാവർക്കും ഈ ഒരു പുസ്തകം ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നുമില്ല. അപ്പോൾ വായിച്ചു നോക്കണം താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.